ദക്ഷിണേന്ത്യയിലെ ജനങ്ങളെ പൊതുവിൽ വിളിക്കുന്നൊരു പേര് നമുക്കൊക്കെ സുപരിചിതമായിരിക്കും. അതാണ് ദ്രാവിഡർ എന്നത്. ദ്രാവിഡ സംസ്കാരവും ദ്രാവിഡ രീതികളും ദ്രാവിഡ ഭാഷകളും ദ്രാവിഡ രാഷ്ട്രീയവും വരെ ഇതുമായി ബന്ധപ്പെട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ദക്ഷിണേന്ത്യയിലെ ജനങ്ങളെ ദ്രാവിഡരെന്നും അവരുടെ ഭാഷയെ ദ്രാവിഡ ഭാഷയെന്നും സംസ്കാരത്തെ ദ്രാവിഡ സംസ്കാരമെന്നുമൊക്കെ പറഞ്ഞു വയ്ക്കുന്നു. ദ്രാവിഡ ഭാഷ സംസാരിക്കുന്ന മനുഷ്യർ ഭൂരിഭാഗവും ദക്ഷിണേന്ത്യയിലും, ഒപ്പം തന്നെ ബ്രഹ്മി ഭാഷ സംസാരിക്കുന്നവർ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലും, ഖുരുക്ക് സംസാരിക്കുന്നവർ ബീഹാർ മേഖലയിലും, ഒപ്പം ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാൾ തുടങ്ങിയ ഇടങ്ങളിലുമൊക്കെ ദ്രാവിഡ ഭാഷയെ നമുക്ക് കണ്ടെത്താനാവും. ഇത്തരത്തിൽ ചിതറിത്തെറിച്ച ദ്രാവിഡർ ആരാണ്? പലായന ജനതയുടെ ഒരു വലിയ ചരിത്രമുള്ളതുകൊണ്ട് തന്നെ ദ്രാവിഡർ എവിടെ നിന്ന് വന്നു, എന്തുകൊണ്ട് വന്നു, എങ്ങനെ വന്നു തുടങ്ങി ദ്രാവിഡ ജനതയുടെ ചരിത്രമാണ് ഇവിടെ പറയുന്നത്. ദ്രാവിഡ ജനതയുടെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് പൊതുവെ നമുക്ക് കേൾക്കുക മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിൽ നിന്ന് കുടിയേറി പാർത്തവരാണ് ഇവരെ എന്ന നിലയിലാണ്. വലിയൊരു ശതമാനം ചരിത്രകാരന്മാരും ഈയൊരു അഭിപ്രായത്തോടാണ് യോജിക്കുന്നത്. ഏതായാലും മെഡിറ്ററേനിയൻ വംശക്കാരും ആസ്ട്രലോയ്ഡ് വംശക്കാരും ചേർന്ന് ഉണ്ടായ ജനവിഭാഗമാണ് ദ്രാവിഡർ എന്നതും ആധുനിക നിരീക്ഷണങ്ങളാണ്. വളരെ പഴയ കാലത്ത് ബലൂചിസ്ഥാൻ മേഖലകളിലെ ബോലാൻ ചുരം ഒരുക്കിയ പ്രകൃതിദത്ത കവാടത്തിലൂടെ മെഡിറ്ററേനിയൻ വംശക്കാർ ഇന്ത്യൻ മേഖലകളിലേക്ക് എത്തിയെന്നും ഈ മേഖലകളിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ആസ്ട്രലോയ്ഡ് വംശക്കാരുമായി അവർ കൂടിച്ചേരുകയുമുണ്ടായി. ഇത്തരത്തിൽ ഈ രണ്ട് മനുഷ്യവംശങ്ങളുടെയും സംയോഗഫലമായി മധ്യശിലായുഗത്തിൻ്റെ അവസാന കാലത്ത് ഒരു സ്വതന്ത്ര നരവംശം ഇന്ത്യ പാക് ഉപഭൂഖണ്ഡ മേഖലയിൽ സൃഷ്ടിക്കപ്പെട്ടെന്നും അവരെ പൊതുവിൽ ദ്രാവിഡർ എന്ന് വിളിക്കുകയും ചെയ്തു. സിന്ധു നദീതട പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ച് ജീവിച്ചിരുന്ന ഇവരാണ് ആദ്യകാല സൈന്ധവ ജനത. ഇവർ സൃഷ്ടിച്ചെടുത്ത സംസ്കാരമാണ് ലോകം വാഴ്ത്തുന്ന സിന്ധു നദീതട സംസ്കാരമൊക്കെ. ആ കാലത്ത് തന്നെ മൊഹൻജദാരോ പോലുള്ള അതിബൃഹത് നഗരങ്ങൾ സൃഷ്ടിക്കുക എന്നത് അവരുടെ ഏറ്റവും വലിയ സവിശേഷതയായി നിലകൊള്ളുന്നു. ഏതായാലും ദ്രാവിഡ ജനതയ്ക്കും മെഡിറ്ററേനിയൻ ജനതയ്ക്കും തമ്മിൽ സംസ്കാരങ്ങളിലും ജീവിതത്തിലുമൊക്കെ പ്രകടമായ സാമ്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാവുന്നതുമാണ്. ഏതായാലും നാളുകൾക്കപ്പുറം ഹൈന്ദവ സംസ്കാരമൊക്കെ അവസാനിക്കുന്നുണ്ട്. ആര്യാധിനിവേശവും സിന്ധു നദിയിലെ വെള്ളപ്പൊക്കവും ഗതിമാറി ഒഴുകലുമൊക്കെ ഈ ഒരു അമൂല്യ സംസ്കാരത്തിൻ്റെ പതനത്തിൻ്റെ കാരണങ്ങളായി പറയുന്ന കാര്യങ്ങളാണ്. ഏതായാലും സിന്ധു നദീതട മേഖലയിൽ നിന്ന് ഈ സംസ്കാരത്തിൻ്റെ പതനത്തോടെ അവിടെ ഉണ്ടായിരുന്ന ദ്രാവിഡ ജനത തെക്കോട്ടേക്ക് വ്യാപിക്കുകയും ദക്ഷിണേന്ത്യയിൽ നിലകൊണ്ട് ഒരു പുതു സംസ്കാരം തന്നെ സൃഷ്ടിച്ചെടുക്കുകയുമുണ്ടായി. ക്രിസ്തുവിൻ്റെ കാലത്തിന് മുൻപ് തന്നെ ദ്രാവിഡ ജനത ദക്ഷിണേന്ത്യയിൽ സാമ്പത്തികമായും സൈനികമായുമൊക്കെ പുരോഗതി നേടിയിരുന്നു. അതിശക്തമായി നിലനിന്നിരുന്ന പാണ്ഡ്യരാജ്യമൊക്കെ അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. റോമൻ സാമ്രാജ്യവുമായും കടൽ കടന്ന് പല ഏഷ്യൻ മേഖലകളുമായുമൊക്കെ ഈ കാലത്ത് തന്നെ വാണിജ്യ ബന്ധങ്ങളുമുണ്ടായിരുന്നു. പഴയകാല എഴുത്തുകളിൽ തമിഴരെ സൂചിപ്പിക്കാനായി ദ്രവിഡം എന്ന പദം ഉപയോഗിച്ചതിലൂടെയാണ് ദ്രാവിഡർ എന്ന പേര് പൊതുവെ പ്രശസ്തമാവുന്നത്. ഏതായാലും ദ്രാവിഡ സംസ്കാരം എന്നത് ആര്യ സംസ്കാരത്തിൻ്റെ മുന്നോടിയായിരുന്നു എന്ന് പറയാം. ദ്രാവിഡരുടെ സമുദായ സംഘടന സൂചിപ്പിക്കുന്നത് ആര്യ സംസ്കാരം വികസ്വരമാകുന്നതിന് മുന്നേയൊക്കെ തന്നെ ദ്രാവിഡർ പുരോഗമന ആശയങ്ങളുടെ സംസ്കാരമായി വളർന്നിരുന്നു എന്ന നിലയിൽ കൂടിയാണ്. ആര്യന്മാർ പുരോഹിതവർഗം അഥവാ ബ്രാഹ്മണർ കഴിഞ്ഞാൽ രണ്ടാമത് പ്രാധാന്യം നൽകിയിരുന്നത് ക്ഷത്രിയർക്കാണ്. അതായത് ആയുധശക്തിക്കായിരുന്നു അവിടെ പ്രാധാന്യം. എന്നാൽ ദ്രാവിഡർ ഇതിൽ നിന്നും വിഭിന്നമായി യോദ്ധാക്കളെ സമൂഹത്തിൻ്റെ ഉയർന്ന ശ്രേണിയിൽ പരിഗണിക്കാതെ ശാന്തമായ ഒരു സാമൂഹ്യ ജീവിതം സൃഷ്ടിക്കുന്നതിൽ ശ്രദ്ധ പതിപ്പിച്ചു. അതുകൊണ്ട് തന്നെ സമാധാനത്തിലും മറ്റും അധിഷ്ഠിതമായിരുന്നു ദ്രാവിഡ സംസ്കാരം എന്ന് പറയാം. അതുകൊണ്ട് കൂടിയാണ് ശാരീരിക ശക്തിയിലും ആയോധന വിദ്യയിലുമൊക്കെ വിശ്വസിച്ചിരുന്ന ആര്യന്മാർക്ക് ദ്രാവിഡരെ കീഴടക്കാൻ കഴിഞ്ഞത്. എന്നാൽ കേരളം ഒഴികെയുള്ള തെക്കേ ഇന്ത്യയിൽ ആര്യന്മാർക്ക് സമ്പൂർണ്ണ ആധിപത്യം സ്ഥാപിക്കാനും കഴിഞ്ഞിരുന്നില്ല. ഊരുകൂട്ടങ്ങൾ എന്ന പേരിൽ പല മേഖലകളിലെയും ജനങ്ങൾ സംഘടിച്ച് നിലനിന്നതായിരുന്നു ഇതിനൊരു കാരണം. അതുകൊണ്ട് തന്നെ ഈ ഊരുകൂട്ടങ്ങളിലൂടെ അവരുടെ ഭാഷയും സംസ്കാരവും ജീവിത രീതിയുമൊക്കെ അവർ തന്നെ സംരക്ഷിക്കുകയുണ്ടായി. സിന്ധു നദീതട മേഖലയിൽ ദ്രാവിഡ ജനതയ്ക്ക് ഒരു നാഗരിക സംസ്കാരമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും തെക്കേ ഇന്ത്യയിൽ അത്തരത്തിലുള്ള മഹത്തായ സംസ്കാരമൊന്നും കെട്ടിപ്പടുക്കാൻ സാധിച്ചതായി കാണുന്നില്ല. ഹിമാലയൻ മലനിരകൾ ഒരുക്കുന്ന ജലസേചനം പോലെയോ ഫലഭൂയിഷ്ടമായോ മണ്ണോ ഇല്ലാത്ത തെക്കേ ഇന്ത്യയിൽ അത്തരമൊരു സംസ്കാരത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നതും ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ കൃഷി എന്ന പോലെ തന്നെ കാലി വളർത്തലിനെയും ആശ്രയിച്ചാണ് ദ്രാവിഡർ ജീവിച്ചിരുന്നത്. സ്ഥിരമായി ഒരു ദേശത്ത് ജീവിക്കാതെ ഒരു മേഖല തിരഞ്ഞെടുക്കുകയും അവിടെ കൃഷി ചെയ്യുകയും ചെയ്തു. വിളവെടുപ്പിനപ്പുറം മറ്റൊരു ദേശത്തേക്ക് കൃഷി മാറ്റും.
ഇതായിരുന്നു ദ്രാവിഡരുടെ ആദ്യകാല ജീവിതരീതി. നാടോടി കൃഷി എന്നും ഇതിനെ പറയാം. പഴയകാല മനുഷ്യരെ പറ്റി പറയുന്നത് പോലെ തന്നെ സ്ത്രീകൾ കൂടുതലായി കൃഷിമേഖലയിൽ നിലകൊള്ളുകയും വേട്ടയാടലും കന്നുകാലി വളർത്തലുമൊക്കെ പുരുഷന്മാരുടെ തൊഴിലായും നിലകൊണ്ടു. എന്നാൽ കലപ്പ ഉപയോഗിച്ചുള്ള കൃഷിരീതി ആരംഭിച്ചതോടെ ഇത്തരം ജീവിത രീതികൾക്കൊക്കെ അവസാനമായി. നാടോടി ജീവിത രീതി അവസാനിക്കുകയും ദ്രാവിഡ ജനത സ്ഥിരം ഒരു പ്രദേശം തിരഞ്ഞെടുത്തുകൊണ്ട് അവിടെയൊക്കെ ഉഴുതുമറിച്ച് കൃഷി കൂടുതലാക്കാനും ആരംഭിച്ചു. അങ്ങനെയാണ് കൃഷിയുമായി ബന്ധപ്പെട്ട് ആദ്യകാല സാങ്കേതിക വിദ്യകളൊക്കെ രൂപപ്പെട്ടത് എന്ന് പറയാം. നിലമൊരുക്കുക, വിതയ്ക്കുക, കൊയ്ത്ത്, മെതി, ധാന്യത്തിൻ്റെ സംഭരണം തുടങ്ങി പല ഘട്ടങ്ങളും കൃഷിയുമായി ബന്ധപ്പെട്ട് സൃഷ്ടിക്കപ്പെട്ടു. അപ്രകാരം സ്ഥിരമായി ഒരു മേഖല തിരഞ്ഞെടുത്തുകൊണ്ട് കൃഷി ആരംഭിച്ചതോടെ സ്വാഭാവികമായും അവിടെ തന്നെ ജനങ്ങൾ പാർക്കാനും ആരംഭിച്ചു. ഇത് സാംസ്കാരികമായ സമൂഹത്തിൻ്റെ സൃഷ്ടിക്കും വളർച്ചയ്ക്കുമൊക്കെ തുടക്കം കുറിക്കുകയും ചെയ്തു. അത്തരത്തിൽ ഉയർന്നു തുടങ്ങിയ സമൂഹത്തിലേക്ക് ചക്രത്തിൻ്റെയും ചക്രം ഉപയോഗിച്ചുള്ള വണ്ടികളുടെയും കണ്ടുപിടുത്തവും വരവുമൊക്കെ സമൂഹത്തിൻ്റെ ഉയർച്ചയുടെ മറ്റൊരു വഴിത്തിരിവായി കൂടി മാറി. മൃഗങ്ങളുടെ രോമവും സസ്യങ്ങളുടെയും മറ്റും നാരുകളും എടുത്ത് നെയ്ത്തും മറ്റുമുണ്ടായതും വികസനത്തിൻ്റെ വലിയ മാറ്റങ്ങളായി മാറിയെന്ന് പറയാം. മറ്റൊന്ന് ദ്രാവിഡ ജനതയുടെ കടൽ കടന്നുള്ള വാണിജ്യബന്ധങ്ങളും പടയോട്ടങ്ങളുമൊക്കെയാണ്. ദ്രാവിഡ ജനതയുടെ നാവിക പാരമ്പര്യം സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ കാലത്ത് തന്നെ പ്രകടമായിട്ടുള്ള ഒരു കാര്യമാണ്. സിന്ധു നദീതട മേഖലകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സീലുകളിൽ കപ്പലുകളുടെ അടയാളങ്ങളും മെസൊപ്പൊട്ടേമിയയുമായി അവർ നടത്തിയിരുന്ന വ്യാപാര ബന്ധങ്ങളുമൊക്കെ ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവായി നിലകൊള്ളുന്ന കാര്യങ്ങളാണ്. ഓടം, വഞ്ചി, തോണി, കപ്പൽ എന്നീ ദ്രാവിഡ വാക്കുകളുടെ പ്രാചീനത കണക്കിലെടുത്തുകൊണ്ടാണ് ഇവർക്കൊക്കെ തന്നെയും വളരെ പ്രാചീന കാലത്ത് തന്നെ, അതായത് ദ്രാവിഡ ജനതയ്ക്ക് കടൽ കടന്നുള്ള വാണിജ്യബന്ധങ്ങൾ ഉണ്ടായിരുന്നെന്ന് നമുക്ക് പറയാവുന്നത്. തെക്കേ ഇന്ത്യയിൽ എന്നാൽ ഇത്ര ബൃഹത്തായ വാണിജ്യബന്ധങ്ങളുമൊന്നും കാണാനുമാവില്ല. മറ്റൊന്ന് ദ്രാവിഡരുടെ ആരാധനാ രീതികളാണ്. ദ്രാവിഡർ ആരാധിച്ചിരുന്ന പ്രധാന ഉപാസനാമൂർത്തി ദേവിയായിരുന്നു. അമ്മനെ കുലദേവതയായി ആരാധിക്കാത്ത ഒരു ദ്രാവിഡ ഗോത്രവുമില്ലെന്ന് പറയാം. സംഘകാലത്ത് ശിവനെയും വിഷ്ണുവിനെയും മുരുകനെയും ഒക്കെ ദ്രാവിഡർ ആരാധിക്കാനും തുടങ്ങി. ദ്രാവിഡ ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ സംഭാവന എന്നത് അവരുടെ ഭാഷ തന്നെയാണ്. ഭാഷാശാസ്ത്രം ലോകഭാഷകളെ പല ഗോത്രങ്ങളായി വിഭജിച്ചിട്ടുള്ളതിൽ ഒന്നാണ് ദ്രാവിഡ ഗോത്രം. ഈ ഗോത്രത്തിൽ ഏതാണ്ട് 13-ലധികം ഭാഷകൾ ഉൾപ്പെടുന്നുണ്ടെങ്കിലും പ്രത്യേക ലിപിയും സാഹിത്യ സമ്പത്തുമൊക്കെ കൊണ്ട് പ്രാധാന്യം നേടിയിട്ടുള്ളത് പ്രധാനമായും 5 ഭാഷകളാണ്. നമുക്കെല്ലാം അറിയാവുന്ന തെലുങ്ക്, കന്നഡ, തുളു, തമിഴ്, മലയാളം എന്നിവയാണവ. ആദ്യ ദ്രാവിഡ ഭാഷയിൽ നിന്ന് ആദ്യം സ്വതന്ത്രമായത് തെലുങ്കും പിന്നീട് കന്നഡയുമാണ്. ഒടുവിലാണ് തമിഴ്, മലയാളങ്ങൾ സ്വതന്ത്ര ഭാഷകളായി മാറുന്നത്. ദ്രാവിഡർ ഉൾപ്പെട്ട ഇന്ത്യൻ മേഖലകളെ പടിഞ്ഞാറൻ പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്ന കണ്ണിയായിട്ടൊക്കെയാണ് ബലൂചിസ്ഥാനിലെ ബ്രഹ്വി ഭാഷയൊക്കെ കണക്കാക്കുന്നത്. ഒപ്പം സിന്ധു നദീതട സംസ്കാരത്തിനും ഒരു ഭാഷയുണ്ടാവുമല്ലോ. ഇതിനെ പൂർണ്ണമായും വായിച്ചെടുക്കാനൊന്നും സാധിച്ചിട്ടില്ലെങ്കിലും ഇതിൻ്റെ ദ്രാവിഡ ബന്ധത്തെ ഏവരും അംഗീകരിച്ചിട്ടുണ്ട്. ദ്രാവിഡ ഭാഷയുമായിട്ടുള്ള സാമ്യം തന്നെയാണ് ഇതിനും കാരണം. മെഡിറ്ററേനിയൻ മേഖലകളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള ദ്രാവിഡ ജനതയും സുമേറിയൻ ജനതയും തമ്മിലുള്ള ബന്ധത്തിനും ദ്രാവിഡ ഭാഷയുടെ സാമ്യത കരുത്തുപകരും. ഈ മേഖലകളിലെ പല പദത്തിനും സാദൃശ്യങ്ങൾ കണ്ടെത്താവുന്നതുമാണ്. ദ്രാവിഡ മേഖലയിലെ അമ്മ എന്നത് സുമേറിയൻ ഭാഷയിൽ അമ്മയാണ്. ദ്രാവിഡത്തിൽ ഗ്രാമങ്ങൾക്കും സ്ഥലത്തിനുമൊക്കെ ഉപയോഗിക്കുന്ന ഊർ എന്ന പദം സുമേറിയൻ ഭാഷയിൽ പട്ടണങ്ങൾക്ക് പറയുന്ന പേരാണ്. സ്വാഭാവികമായും ദ്രാവിഡരുടെ സുമേറിയൻ ബന്ധത്തെയും സ്ഥിരീകരിക്കാവുന്ന വലിയ ഘടകങ്ങളാണ് ഇതൊക്കെ തന്നെ. സൈന്ധവ ലിപികളൊക്കെ പൂർണ്ണമായി വായിക്കാൻ കഴിഞ്ഞാൽ ദ്രാവിഡ ഭാഷയും സംസ്കാരവും സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളും ചരിത്രങ്ങളുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നും അനുമാനിക്കാം. ഒപ്പം ദ്രാവിഡരുടെ ഭാഷാ പൈതൃകം എന്നത് 5000 വർഷത്തെയെങ്കിലും ചരിത്രം കൂടിയാണ്. തമിഴ് മേഖലകളാകട്ടെ അതിലും കൂടുതൽ അക്കാലത്തെ ചരിത്രം അവകാശപ്പെടുന്നുമുണ്ട്. ഏതായാലും ആര്യ സംസ്കാരത്തിൻ്റെ മുന്നോടിയായി നിലകൊണ്ട ദ്രാവിഡ സംസ്കാരം ദക്ഷിണേന്ത്യയിൽ നിലനിൽക്കുന്നു.